നമസ്കാരം വക്കീലെ. നമസ്കാരം. കോൺഗ്രസിൽ വിസ്മയം അവസാനിക്കുന്നില്ല എന്നുള്ളതിന് പല തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന S സുരേഷിനെ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ പറയുന്ന സുരേഷ് പൂർണ്ണമായും അതിനെ തള്ളിയിട്ടുമില്ല, അതായത് വരില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ നേതാവായ പ്രമീള ശശിധരനെ, അതുപോലെ തന്നെ CPM-ന്റെ തലതൊട്ടപ്പനായ അല്ലെങ്കിൽ പിണറായി വിജയനെ ഇത്രയും ഒരു വലിയൊരു പദവിയിലേക്ക് എത്താൻ മുൻപിൽ നിന്ന് നയിച്ചിരുന്ന PK ശശിയെ പോലും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അഭ്യൂഹമായാലും യാഥാർത്ഥ്യമായാലും ഇതിന് തിരിയിടുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM നേതാക്കൾ തന്നെയല്ലേ? കാരണം PK ശശിക്ക് CPM-നകത്ത് അതൃപ്തി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് PK ശശി കോൺഗ്രസിലേക്ക് പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? നോക്കൂ, രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഞങ്ങൾ ചില വിസ്മയങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും വലിയ കക്ഷികളെ കൊണ്ടുവരിക എന്നതിനപ്പുറത്ത് അരികുവൽക്കരിക്കപ്പെട്ടവരെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജാനു ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാകുന്നത്. സണ്ണിയം കപ്പിക്കാട് ഞങ്ങളുമായി സഹകരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. നോക്കൂ, SC/ST വിഭാഗത്തിൽ നിന്നുള്ള, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകൾ അവർ ഈ തവണ UDF-നൊപ്പം ചേരുക എന്ന് പറയുമ്പോൾ അതിലൊരു മറ്റൊരു മാനദണ്ഡമുണ്ട്. ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഐഷ പോറ്റിയെ പോലെ കൊല്ലം ജില്ലയിൽ CPM-ന് അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത നേതാവാണ് ഐഷ പോറ്റി. അങ്ങേക്കറിയാമല്ലോ, ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അതികായൻ, ആ അതികായനെ തോൽപ്പിച്ചാണ് ഐഷ പറ്റി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഒരു ജൈൻ കില്ലർ, ആ ജൈൻ കില്ലർ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. ഇനി ആലപ്പുഴയിൽ ചിലപ്പോൾ പല മുൻ മന്ത്രിമാരും ഞങ്ങളോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങി CPM-ൽ വലിയ ബുദ്ധിമുട്ടുള്ള, CPM-ലെ കമ്മ്യൂണിസ്റ്റുകൾ മാറി പിണറായിസ്റ്റുകളായി മാറി എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന പലരും ഞങ്ങളോടൊപ്പം സഹകരിക്കും. ഇപ്പോ സുരേഷിന്റെ കാര്യം പറയാൻ, ഇപ്പോ VS പക്ഷത്തു നിന്നുണ്ടായിരുന്ന നേതാക്കളെ എല്ലാം പിണറായി വിജയൻ വെട്ടിനിരത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. VS-ന്റെ മരണത്തോടുകൂടി, അല്ലെങ്കിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് വരുന്നതോടുകൂടി തന്നെ ഏതാണ്ട് VS-ഉമായി ബന്ധപ്പെട്ടവരും എല്ലാം തന്നെ ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ട അവസ്ഥയായിരുന്നു. ഗാലറിയിലേക്ക്, പവലിയനിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി. VS-നൊപ്പം നിന്ന നേതാക്കളെ എല്ലാം വെട്ടിയൊതുക്കുന്ന രീതിയാണ് പിണറായി വിജയനിൽ നിന്ന് കണ്ടത്. അപ്പോൾ അതിൽ അസംതൃപ്തരായിട്ടുള്ളവരുണ്ട്. VS-ന്റെ കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഇന്ന് പിണറായിസ്റ്റുകളായി മാറിയെന്നും തിരിച്ചറിയുന്നവരുണ്ട്. ഇടതുപക്ഷ നയവ്യതിയാനം അതിൻ്റെ അകത്ത് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് അടക്കം പുട്ടടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ആ എതിരഭിപ്രായമുള്ളവർ ഞങ്ങളോട് സംസാരിച്ചാൽ അതിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ അങ്ങനെ എതിരഭിപ്രായമുള്ളവരെ കൂടെ ചേർക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മൂവ്മെന്റ് നടത്തിയാൽ അതിൽ എന്താ തെറ്റ്? അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് നിലകൊള്ളുന്ന ഇടതുപക്ഷം, കേരളത്തിൽ ഇന്ന് നിലകൊള്ളുന്ന ലെഫ്റ്റ് ഐഡിയോളജിക്കൽ ബേസ്ഡ് പൊളിറ്റിക്സ് ഓർ പൊളിറ്റിക്കൽ പാർട്ടി അത് കോൺഗ്രസ് ആണ്, അത് CPM അല്ല. CPM തീവ്ര വലതുപക്ഷ നിലപാടുകളുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവന കണക്കിന് കോൺഗ്രസുമായി സഹകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവർ കോൺഗ്രസുമായി സഹകരിക്കും. അങ്ങനെ വലിയ മാറ്റങ്ങൾ, വലിയ ചേഞ്ചസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോ ഈ പറയുന്നത് പോലെ PK ശശി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ കേട്ടിരുന്നു പാലക്കാട് ഇത്തരത്തിൽ വിമതരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് PK ശശിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചാൽ CPM-ന് ബദലായി, അല്ലെങ്കിൽ CPM-നെതിരായ ഒരു പാർട്ടി വന്നാൽ കൃത്യമായി അത് CPM-ന് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാവും. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന പാർട്ടി രൂപീകരിച്ചതിന് ശേഷം UDF മുന്നണിയുമായി സഹകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് PK ശശി എത്തിയാൽ അത് കൃത്യമായി UDF-ന് വലിയൊരു നേട്ടം, പ്രത്യേകിച്ച് UDF മുന്നണിക്ക് വലിയൊരു നേട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയല്ലേ? അല്ല, അതിൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായാൽ അവരെ സഹകരിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ്. അതിപ്പോ അൻവർ എത്രയോ വലിയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടാണ് CPM-ൽ നിന്ന് വെളിയിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഗെയിൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അൻവറിന്റെ നിലപാടുകൾക്ക് വ്യക്തത വരുന്നോടം വരെ കാത്തു നിൽക്കാനാണ് UDF ലീഡർഷിപ്പ് തീരുമാനിച്ചതും പറഞ്ഞതും. അല്ല, പെട്ടെന്ന് അൻവർ വന്നു, ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ലാഭം ഉണ്ട്, അതുകൊണ്ട് വന്നിരുന്നോട്ടെ എന്ന് തീരുമാനിക്കുകയല്ല ചെയ്തത്. അപ്പോ ആ കാര്യങ്ങളിൽ ആശയപരമായ തീരുമാനം ഉണ്ടാവും, അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കേണ്ടതാണ്. പക്ഷേ ഈ പാർട്ടിയുടെ പേരാണ് രസം, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി, DMP എന്ന് വെച്ചാൽ ഒന്ന്, മാർക്സിസത്തിന് ഡെമോക്രസിയുമായി, ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ല.
ജനാധിപത്യം അംഗീകരിക്കുന്ന സിദ്ധാന്തമേ അല്ല മാർക്സിസം. മാർക്സിസം പറയുന്നത് എങ്ങനെയാ വിപ്ലവാത്മകമായി ഭരണം പിടിക്കണം, അതിൽ പാർട്ടി നിയന്ത്രണം ഉണ്ടാവണം, വോട്ട് ഉണ്ടാവാനേ പാടില്ല, പാർട്ടി മെമ്പർഷിപ്പ് മാത്രം ഉണ്ടാവാവൂ, ഈ പറയുന്ന പ്രൈവറ്റ് മൂലധനം ഉണ്ടാവാൻ പാടില്ല, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ്. അതായത് ജനാധിപത്യത്തിന്റെ ഏറ്റവും എതിർപ്പുള്ള നേരെ അപ്പുറത്തെ വശത്തേക്ക് പിടിച്ചാൽ ആ വശത്ത് നിലകൊള്ളുന്ന ഒരു സിദ്ധാന്തമാണ് ഏത് ഈ പറയുന്ന മാർക്സിസം. അതായത് ഈ അലുവയും മത്തിക്കറിയും ചേർത്ത് വെക്കുന്ന പോലെ അലുവയും മത്തിക്കറിയും ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ ഡെമോക്രസിയും മാർക്സിസവും തമ്മിൽ ചേർത്ത് വെച്ചാൽ ഉണ്ടാവുക. അതുകൊണ്ട് ഈ പാർട്ടി ഉണ്ടാക്കുന്നവരൊക്കെ പേരിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഡെമോക്രസി അലുവയും, നല്ല പൂ പോലെ സോഫ്റ്റായ നല്ല അലുവയും, മാർക്സിസം കുറച്ച് വെച്ച് പഴകിയ ചീഞ്ഞ മത്തിക്കറിയുമാണ് എന്നത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. അതെ, പക്ഷെ അതുപോലെ തന്നെ ഈ പറയുന്ന പി കെ ശശി ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ വക്കീല് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ നിന്നുള്ളൊരു മുൻ മന്ത്രി വരെ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ കൃത്യമായ, നേരത്തെ വക്കീല് പറഞ്ഞ രീതിയിൽ ഐകവൽക്കരിക്കപ്പെട്ടവരെ മാത്രമല്ല കോൺഗ്രസിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉന്നതരെയും ആർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിണങ്ങി പോരുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ആശയങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു, യഥാർത്ഥ ആശയങ്ങൾ കൈവിട്ട് പിണറായി സർക്കാരിന്റെ ആശയങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹർഷൻ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഈ ആശയപരമായ അടിത്തറയുള്ളവരെ മാത്രമെന്നുള്ളതല്ല, ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് മാറി എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷവുമായി യാതൊരു ബന്ധവുമില്ല, അവരുടെ നിലപാടുകൾക്ക് ഇടതുപക്ഷ ഐഡിയോളജിയുമായി ബേസ് ഇല്ല എന്ന് മനസ്സിലാക്കുകയും പിണറായിയുടെ മക്കളും കുറച്ച് കൂട്ടവും മാത്രമായി പാർട്ടി മാറി എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നവർക്ക് ഞങ്ങളിലേക്ക് വരാം. യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ആണ് എന്നവർ തിരിച്ചറിയും, അപ്പോൾ അവർക്ക് വരാം. പിന്നീട് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിം ആണല്ലോ, സ്വാഭാവികമായും അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള വലിയ രീതിയിൽ വോട്ട് ആകർഷിക്കാൻ സാധിക്കുന്ന, ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്ന, പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നേതാക്കൾ, അങ്ങനെയുള്ള നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായും UDFന്റെ പൊതുവിനിമയ പരിപാടിയുമായി ചേർന്ന് പോകാൻ പറ്റുന്നവരെ കൂടെ നിർത്തി അങ്ങനെയാണല്ലോ നമുക്ക് 100 സീറ്റിലേക്ക് എത്താൻ പറ്റുക. അല്ലാതെ 100 സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരാൻ പോകുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം ചിലപ്പോൾ VSന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും, ചിലപ്പോൾ VS പക്ഷത്ത് നിന്ന മുൻ മന്ത്രിമാരുണ്ടാവും, VS പക്ഷത്ത് നിന്ന മുൻ MLA മാരുണ്ടാവും, ഇടതുപക്ഷ ഐഡിയോളജി CPMന് കൈമോശം വന്നു എന്ന് വിശ്വസിക്കുന്ന CPMന്റെ നിലവിലെ പോലും സംസ്ഥാന കമ്മിറ്റിയിലെ പല നേതാക്കന്മാരും ഉണ്ടാകും, LDFലെ പ്രധാനപ്പെട്ട കക്ഷികളുണ്ടാവും. ഇവരെല്ലാവരും ചേർന്നാണ് ഒരു 100+ സീറ്റ് UDF എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക്, എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്നത്. അതെ, അതായത് ഇപ്പോൾ VS അനുകൂലികളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പിണറായിസത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായി കോൺഗ്രസുകാരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന വിസ്മയം, നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ വിസ്മയങ്ങൾ തിരഞ്ഞെടുപ്പിന് തലേ ദിവസം വരെ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അധികാരമോഹം കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന പരിഗണനകൾ, അവർക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവരോടുള്ള സമീപനമെല്ലാം അതിനൊരു ഫാക്ടറായി മാറുമെന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പി കെ ശശിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരങ്ങൾ, ഇതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തത്വങ്ങൾ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ CPM ഇപ്പോഴും തയ്യാറായിട്ടില്ല ഈ പറയുന്ന തോൽവി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താഴേക്ക് ഒരു ഇടിവ് അവർക്ക് സംഭവിച്ചു എന്നുള്ളത്. ഇന്നും അവർ ഏതോ ഒരു മിഥ്യാലോകത്ത് വിജയവും പ്രതീക്ഷിച്ച്, വിജയ സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയവും സ്വപ്നം കണ്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. നോക്കൂ വർഷ, ഈ കേരളയിൽ കൊണ്ടുവരുന്നത് അപ്പം കൊണ്ടുപോയി വിൽക്കാനാണ് എന്ന് ഉത്തരം പറഞ്ഞ ആളാണ് പാർട്ടി സെക്രട്ടറി. AI കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മാവിലെ മാങ്ങായെ പറ്റിയും പ്ലാവിലെ ചക്കയെ പറ്റിയും ഉത്തരം പറയുന്ന പാർട്ടി സെക്രട്ടറിയും ആ രീതിയിലുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെയാണ് അവരുടെ ലീഡർഷിപ്പിനുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഉത്തരം പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ മനോരാജ്യത്തെ, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാരാണ്, മനോരാജ്യത്തെ രാജകുമാരന്മാരാണ്. അതൊക്കെ അവർ തുടർന്നോട്ടെ. റിസൾട്ട് വരുമ്പോൾ ജനം കൃത്യമായി അവർ കർണക്കുറ്റിക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, എനിക്ക് മനസ്സിലാവാത്തത് ഇവരിപ്പോ ഈ ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുണ്ട്. ഈ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ പലയിടത്തും കുറ്റിച്ചൂലെടുക്കുകയാണ്. ഇപ്പൊ കവി സച്ചിദാനന്ദന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഇവരോട് ഷൗട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോ
ഇവരുമായി സഹകരിച്ചു നിന്നവർ പോലും വീട്ടിലെ പട്ടി അഴിച്ചുവിടുന്ന അവസ്ഥയാണുള്ളത് ഇവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത്. എന്നിട്ട് പോലും ഇവർ അത് തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നു. ഇപ്പൊ സച്ചിദാനന്ദൻ ഒരു അഭിപ്രായം പറഞ്ഞു. രണ്ട് തരത്തിലാണ് എതിരഭിപ്രായങ്ങൾ വന്നത്. ഒന്ന് പി രാജീവാണ് പറഞ്ഞത്. പി രാജീവ് പറഞ്ഞത് ഈ പറയുന്ന തുടർ ഭരണം വേണ്ട എന്ന് പറയുന്നവർ BJPക്ക് വഴിയൊരുക്കുകയാണ് എന്നാണ്. നോക്കൂ, തുടർ ഭരണം വേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അടുത്തത് BJP ആണ് വരേണ്ടത് എന്ന് ഇവർ ആഗ്രഹിക്കുകയാണോ? സംഘപരിവാർവൽക്കരിക്കുകയാണ്. ഇവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ സംഘികളാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. സച്ചിദാനന്ദനെ പോലെ ഒരു കവിയെ, സാറാ ജോസഫിനെ പോലെ ഒരു സാംസ്കാരിക പ്രവർത്തകയെ, കേരളത്തിൽ എണ്ണം പറയാൻ പറ്റുന്ന സാംസ്കാരിക പ്രവർത്തകർ ഇവർക്കെതിരെ നിന്ന് സംസാരിച്ചപ്പോൾ അവരെ എല്ലാം സംഘവൽക്കരിക്കാൻ, നിങ്ങളെല്ലാം സംഘികളാണ് എന്ന് പറഞ്ഞ് അവരെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ശരിയാണോ എന്നത് നോക്കണ്ടേ. മറ്റൊരാൾ മുരുകൻ കാട്ടാക്കട എല്ലാ കാലത്തും CPM-ന് വേണ്ടി എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു കവിതയുണ്ട്, വലയിൽ വീണ കിളികളാണ് നാം. ഈ CPM-ന്റെ വലയിൽ വീണ കിളിയാണ് ഈ മുരുകൻ കാട്ടാക്കട. ഈ കാട്ടാക്കട കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ അടക്കമുള്ള അല്ലെങ്കിൽ സാറാ ജോസഫ് അടക്കം CPM-നെതിരെ വിമർശനം ഉന്നയിച്ച സാംസ്കാരിക പ്രവർത്തകരെ മുഴുവൻ സംഘവൽക്കരിക്കുന്ന കണ്ടു. BJP-യോട് താല്പര്യമുള്ളവരാണ് അങ്ങനെ പറയുന്നത് എന്ന് കണ്ടു. അതായത് മൂന്നാം തവണ അധികാരത്തിൽ വരത്തില്ല എന്ന യാഥാർത്ഥ്യം നാട്ടിൽ വെളിവും വെള്ളിയാഴ്ചയുള്ള എല്ലാവർക്കും മനസ്സിലായി. അതില്ലാത്ത കുറച്ചുപേർ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തുറന്നു പറഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെളിവും വെള്ളിയാഴ്ച ഉള്ളവർ അത് തുറന്നു പറഞ്ഞാൽ അവരെ കടന്നിട്ട് ആക്രമിക്കുക, എന്നിട്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ മുരുകൻ കാട്ടാക്കട ചോദിച്ചു അത്രയും, എന്താണ് സർക്കാരിന്റെ ഭാഗമായി നിന്ന ആനുകൂല്യങ്ങൾ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. സർക്കാരിന്റെ ഭാഗമായി ആനുകൂല്യങ്ങൾ കിട്ടുന്നത് സച്ചിദാനന്ദനെ പോലുള്ള ഒരു കവിക്ക്, സാറാ ജോസഫിനെ പോലുള്ള ഒരു എഴുത്തുകാരിക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, അരുന്ധതി റോയെ പോലെയൊക്കെ ഉള്ളവർക്ക് സർക്കാർ കൊടുക്കുന്ന ഈ പറയുന്ന സംവിധാനങ്ങൾ അത് ഇവരുടെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടാണോ? എനിക്ക് തോന്നുന്നില്ല. അവരുടെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ. ഇപ്പൊ UDF ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കവിയെ ആദരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനെ ആദരിക്കുന്നത് അത് അവരുടെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ടാണ്. പക്ഷേ മുരുകൻ കാട്ടാക്കട വിചാരിക്കുന്നത് ഇത് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടും AKG സെന്ററിൽ രാവിലെയും വൈകിട്ടും അടിച്ചു വാരാൻ പോകുന്നത് കൊണ്ടുമാണ് ഇതൊക്കെ കിട്ടുന്നത് എന്ന കണക്കിനാണ്. എന്നിട്ട് ആ രീതിയിൽ വർത്തമാനം പറയാണ്. ചിലർ സാംസ്കാരിക നായകരും മറ്റു ചില സാംസ്കാരിക നായകരും ആയി മാറുന്നതിന്റെ പ്രശ്നമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് അവർ മനസ്സിലാക്കിയാൽ മതി. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ട അവസരം വരുമ്പോൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോവുക, മിണ്ടാതിരിക്കുക, വായിൽ നാക്കെടുത്ത് റെസ്റ്റിന് വെക്കുക എന്നുള്ള രീതിയിലൊക്കെയുള്ള സാംസ്കാരിക നായകത്വം അത് ശരിയാണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നന്നാവും. സർക്കാർ മാറി വരികയാണ്. ആ മാറി വരുമ്പോൾ അതിന്റെ ദിശാസൂചിക, അതിന്റെ കൃത്യമായ രാഷ്ട്രീയ കാറ്റ് അത് ഇപ്പോൾ തന്നെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്, ആഞ്ഞടിക്കുന്നുമുണ്ട്. അത് തിരിച്ചറിയാത്തവർ ഈ വിഡ്ഢികളുടെ മൂടസ്വർഗത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്.